നമസ്കാരം. ശങ്കുലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൗദ്രഭാവത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെങ്കിലും മനസ്സറിഞ്ഞു വിളിച്ചാൽ മനസ്സലിയുന്ന ആദിപരാശക്തി കുടികൊള്ളുന്ന ഒരു അഖിൽ കൂടിയും തൻ്റെ മക്കളെ വാത്സല്യത്തോടെ വാരിപ്പുണരുന്ന ആദിപരാശക്തിയാണ് മലയാളപ്പുഴയമ്മ. മറ്റ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലതരം വസ്തുക്കളാലാണ് ഇവിടുത്തെ ഭഗവതി വിഗ്രഹം പണിതിട്ടുള്ളത്. കടും ശർക്കരയോഗം എന്ന രീതിയാണിത്. പലതരം തടിക്കഷ്ണങ്ങൾ, കളിമണ്ണ്, ആയുർവേദ പച്ചമരുന്നുകൾ, പാൽ, നെയ്യ്, ശർക്കര, മഞ്ഞൾ, ചന്ദനം, കർപ്പൂരം, സ്വർണം, വെള്ളി, മണൽ, പ്രകൃതിദത്തമായ പശ തുടങ്ങിയവ ചേരുന്നതാണിത്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും സമാനമായ ഘടന നൽകി താന്ത്രിക വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. 5 അടി ഉയരത്തിൽ 8 കൈകളുമായി നിൽക്കുന്ന അമ്മയുടെ രൂപം ഏറെ പ്രസിദ്ധമാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സറിയുന്ന ദേവിയാണ് മലയാളപ്പുഴയമ്മ. അമ്മയുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്താഗ്രഹവും സഫലമാകും. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനും വിവാഹ തടസ്സങ്ങളില്ലാതെ നടക്കുവാനും ജോലി തടസ്സം മാറുവാനുമെല്ലാം ഇവിടെ ആളുകളെത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ ദേവിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും നൽകുമെന്ന വിശ്വാസം കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണിത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മലയാളപ്പുഴ ക്ഷേത്ര ഐതിഹ്യം. ഒരിക്കൽ തിരുവിതാംകൂറിൽ നിന്നുള്ള 2 നമ്പൂതിരിമാർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുവാൻ പോകുന്നു. അവരുടെ ഒപ്പം തന്നെ ഒരു ദേവീ വിഗ്രഹവും ഉണ്ടായിരുന്നു. കാലങ്ങൾ ഭജനയിരുന്ന് കഴിഞ്ഞപ്പോൾ ദേവി ആർക്കു മുമ്പിൽ പ്രത്യക്ഷയാവുകയും നിങ്ങളുടെ കൈവശമുള്ള ദേവീ വിഗ്രഹത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അത്രേ. പിന്നീട് അവിടെ നിന്നിറങ്ങി പ്രാർത്ഥനയും പൂജയുമായി നാട് ചുറ്റുകയായിരുന്നു നമ്പൂതിരിമാർ. പ്രായാധിക്യം കാരണം അവശരായ നമ്പൂതിരിമാരുടെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ യോജിച്ച ഇടം മലയാളപ്പുഴയാണെന്ന് അറിയിച്ചുവത്രേ. അങ്ങനെ അന്ന് പ്രതിഷ്ഠിതമായതാണ് മലയാളപ്പുഴ അമ്മയുടെ വിഗ്രഹമെന്നാണ് വിശ്വാസം. ഭക്തർക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ മലയാളപ്പുഴയമ്മയെ ആരാധിക്കാമെന്നാണ് വിശ്വാസം. അച്ചക്കണ്ണാമല, ഉപ്പിടുംപാറമല, ഊട്ടുപാറമല ിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതി, സ്വയംഭൂവായ മഹാദേവൻ, മൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രമതിലിന് കിഴക്ക് ആൽമര ചുവട്ടിൽ മലമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദേവ സങ്കല്പമുണ്ട്. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരത്തിൻ്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് പ്രത്യേകിച്ച് ക്ഷേത്രമൊന്നുമില്ല. ശിവരാത്രി ദിവസം ഇവിടെ പ്രത്യേക പൂജകൾ നടന്നുവരുന്നു. ശബരിമലയുടെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ മലയാളപ്പുഴ ദേവീ ക്ഷേത്രം നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്.